പങ്കാളിയെ ക്രൂരമായി മർദ്ദിച്ച് യുവമോർച്ച എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെ ബി.ജെ.പി. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റേതാണ് നടപടി. അതേസമയം ഗോപു പരമശിവനെതിരെ ബി.ജെ.പി. കോൾ സെന്റർ മുൻ ജീവനക്കാരിയുടെ പരാതിയുണ്ട്. കബളിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതി. നേതൃത്വത്തിന് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും പരാതി നൽകിയതോടെ കോൾ സെന്ററിലെ ജോലി നഷ്ടപ്പെട്ടെന്നാണ് ആരോപണം. ആ പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. ഗോപു പരമശിവം ഞങ്ങളുടെ ഒരു പേഴ്സണൽ കേസ് കോടതിയിൽ കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വക്കീലിനെ ഏർപ്പാട് ചെയ്ത് തന്നിട്ട് അതിൽ വക്കീൽ ഫീസാണെന്നും പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ നിന്ന് ഒരു 9,000 രൂപയോളം മേടിച്ചിട്ടുണ്ട്. കേസിൻ്റെ ഒരു നീക്കമൊക്കെ അറിയാതെ വന്നപ്പോൾ ഞങ്ങൾ നേരെ വക്കീലിനെ കോൺടാക്ട് ചെയ്ത് നേരിട്ട് പോയി. അപ്പോൾ വക്കീലാണ് പറഞ്ഞത് പൈസ കിട്ടിയിട്ടില്ല, കേസ് അതിന് മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവനെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്കും വക്കീൽ കിട്ടിയിട്ടില്ല, ഇവൻ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് ഞങ്ങൾക്ക് തെളിവായി. അപ്പം ഞാൻ ഈ വിഷയം ഷൈജറിനോട് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും അതിന് മുന്നേ ഫോണിൽ കൂടെ സംസാരിക്കുമ്പോൾ മര്യാദ ഇല്ലാത്ത വർത്തമാനങ്ങളാണ് ഇവൻ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവനെതിരെ ഞാൻ ഈ കംപ്ലൈൻറ്റ് പറഞ്ഞത് കൊണ്ട് എൻ്റെ ജോലിയും കളഞ്ഞു. ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് എന്നെ ജോലിയെന്ന് പറഞ്ഞു വിട്ടത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ മട്ടന്നൂർ, ഈ ഗോപു പരമശിവത്തിനെതിരെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇയാൾ ഒരു തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പരാതി കൊടുത്തതിൻ്റെ പേരിൽ കോൾ സെൻ്ററിലെ ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്നു. ഇപ്പോൾ കൂടെയുണ്ടായിരുന്ന പങ്കാളി, അതും വിവാഹബന്ധം വേർപെടുത്താതെ ഇയാളോടൊപ്പം താമസിച്ച പങ്കാളിയാണ്. 5 വർഷമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് മൊഴി. അപ്പോൾ ഇയാളെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയേക്കുകയാണോ? ഡോക്ടർ അരുൺകുമാർ, 5 വർഷമായി ക്രൂരമായ പീഡനമാണ് യുവതി നേരിടേണ്ടി വന്നത്. ഇന്നലെ ദേഹത്തുള്ള പാടുകളടക്കം ഇത്തരത്തിൽ പോലീസിന് കാണിച്ചു കൊടുക്കുകയും അത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെ ഇന്നലെ തന്നെ ഗോപു പരമേശ്വരനെ, അതായത് എറണാകുളം ബി.ജെ.പിയുടെ എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹം, ഈ ഗോപു പരമേശ്വരനെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുകയാണ്. ഗോപു പരമശിവനെ ഇത്തരത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. കൂടുതൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി. എന്ന സംഘടനക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്തരം പരാതികൾ വരുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു യുവതി നേരത്തെ ബി.ജെ.പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കോൾ സെന്ററിൽ ജോലി ചെയ്തിരുന്ന ഒരു ജീവനക്കാരിയാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട കോടതിയിൽ ഒരു കേസ് കൊടുക്കണം, അഭിഭാഷകനെ കാണണം എന്നാവശ്യപ്പെട്ടപ്പോൾ എനിക്ക് പണം നൽകൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏതാണ്ട് പല തവണയായി 10,000 പിന്നീട് 1000കണക്കിന് രൂപയും വാങ്ങി എന്നുള്ളതാണ് പരാതി. ഇതിൽ ജില്ലാ സെക്രട്ടറിക്കും മറ്റും ജില്ലാ പ്രസിഡന്റിനും മറ്റും പരാതി നൽകിയപ്പോൾ ഈ കോൾ സെന്ററിലെ തന്റെ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്തത് എന്നും ഈ യുവതി പരാതിപ്പെടുന്നുണ്ട്. ഗോപു പരമശിവം അപ്പോൾ ഒരു പീഡകൻ മാത്രമായിരുന്നില്ല, ഒരു തട്ടിപ്പുകാരൻ കൂടിയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ബി.ജെ.പി. അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്.